പ്രൈസ് ലോർഡ് നാമത്തിൽ മാത്രണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നു, മടിയാ നീ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. സദൃശവാക്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മളെ ഓരോരുത്തരെ കുറിച്ച് ഹല്ലേലൂയ പറയുകയാണ്, നീ ഉറുമ്പിനെ നോക്കിയിട്ട് ബുദ്ധി പഠിക്കുക. സ്തോത്രം. നാം പലപ്പോഴും ദൈവം സൃഷ്ടിച്ച ഹല്ലേലൂയ ദൈവന്റെ സൃഷ്ടികളാകുന്ന പല ജീവികളെയും ഹല്ലേലൂയ സസ്യങ്ങളെയും ഭൂലോകത്തെയും നോക്കി അനേക ബുദ്ധികൾ നമുക്ക് പഠിക്കുവാൻ പറ്റും. ഹല്ലേലൂയ സ്തോത്രം. ഉറുമ്പ് ചെറിയ ജീവിയാണെങ്കിലും ഹല്ലേലൂയ അതിൽ നിന്ന് പകർത്തേണ്ട വലിയ ഹല്ലേലൂയ പാഠങ്ങളുണ്ട്. അതിനകത്ത് 7 കാര്യങ്ങൾ ഹല്ലേലൂയ നമുക്ക് ഇന്ന് ചിന്തിക്കാം. ഉറുമ്പിൽ നിന്ന് നാം പഠിക്കേണ്ട 7 കാര്യങ്ങളെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ചിന്തിച്ച് ബലപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒന്നാമതായി ഹല്ലേലൂയ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഹല്ലേലൂയ ഒരു ജീവിയാകുന്നു ഹല്ലേലൂയ ഉറുമ്പ്. സ്തോത്രം. കഠിനാധ്വാനം. എപ്പോഴും ഉറുമ്പ് തിരക്കിലാണ്. അതിനൊട്ട് സമയം കളയാൻ ഹല്ലേലൂയ സാധ്യമല്ല. ഹല്ലേലൂയ സ്തോത്രം. എപ്പോഴും കഠിനാധ്വാനം ചെയ്യും. ദൈവമക്കളെ, നമ്മുടെ സമയങ്ങളെ നമ്മൾ കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. ദൈവസന്നിധിയിൽ നമുക്ക് 24 hours ദൈവം തന്നിട്ടുണ്ട്. അതിനകത്ത് ഹല്ലേലൂയ ജീവനും ഭക്തിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്യുവാനും ദൈവസന്നിധിയിൽ ഇരിക്കുവാനും ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിപ്പാനും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു ഉറുമ്പിനെ പോലെ എപ്പോഴും കഠിനാധ്വാനികളായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. രണ്ടാമത് ഉറുമ്പിനെ പറ്റി പറയുകയാണ്, അവർക്ക് ടീം വർക്ക് ഉണ്ട്, യൂണിറ്റി ഉണ്ട്. ഹല്ലേലൂയ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത വലിയ കാര്യങ്ങൾ ഹല്ലേലൂയ അവർ ഒത്തൊരുമിച്ച് ചെയ്യുന്നു. സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ കുടുംബമായി ചേർന്ന് നിന്ന് ഹല്ലേലൂയ സഭയായി ചേർന്ന് നിന്ന് ഹല്ലേലൂയ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഒന്നിച്ച് ചേർന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയേറെ ഫലിക്കുന്നു. സ്തോത്രം. രണ്ടുപേരും ഒന്ന് ഹല്ലേലൂയ ഐക്യബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും തരുമെന്ന് പറയുന്ന ഒരു ഐക്യമനം, ഒരു ടീം വർക്ക്. ഹല്ലേലൂയ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് തനിയെ ചെയ്യാൻ കഴിയുകയില്ല. ഒരു ടീം വർക്കായി സ്തോത്രം ഹല്ലേലൂയ നാം കാര്യങ്ങളെ ചെയ്യുന്നുവെങ്കിൽ ഹല്ലേലൂയ ഒരു ഉറുമ്പ് ചെയ്യുന്ന പോലെ ഹല്ലേലൂയ അവർക്ക് യൂണിറ്റി ഉണ്ട്, അവർക്ക് ടീം വർക്ക് ഉണ്ട്. ഹല്ലേലൂയ അവരൊന്നിച്ച കാര്യങ്ങളെ ചെയ്യുന്നത് പോലെ മനുഷ്യരാകുന്ന നമ്മളും അത് കണ്ടുപഠിക്കുവാനാണ് സദൃശവാക്യത്തിലൂടെ നമ്മളോട് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, അവർക്ക് ഹല്ലേലൂയ സ്തോത്രം നല്ല ക്ഷമയും ലക്ഷ്യബോധവുമുണ്ട്. സ്തോത്രം. അവയെ നോക്കിയാൽ എത്ര തടസ്സങ്ങൾ ഉണ്ടായാലും ഹല്ലേലൂയ അവർ കൊണ്ടുവരുന്നത് മെയിനായിട്ട് ഭക്ഷണമാണ്. അവർ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെയും ഹല്ലേലൂയ പരിശ്രമം ചെയ്യും. ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും ഓരോ ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിൽ എത്തേണ്ടതിന് പല തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത് ഹല്ലേലൂയ പലതും, നമ്മുടെ മാനസിക അവസ്ഥ പലതും നമുക്ക് ഹല്ലേലൂയ പലപ്പോഴും തടസ്സമായി വരാമെന്നാൽ ആ ലക്ഷ്യബോധത്തിൽ ഉറച്ചു നിന്ന് അത് ലഭിക്കുന്നതിന് വരെയും ഹല്ലേലൂയ അതിനുവേണ്ടി പരിശ്രമം ചെയ്യുവാൻ നമ്മൾ ഉറുമ്പിനെ നോക്കി പഠിക്കേണ്ടിയിരിക്കുന്നു. ആത്മീയമായി എനിക്ക് വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി സ്റ്റെപ്പ് എടുക്കണം, ഞാൻ പ്രാർത്ഥിക്കണം, ഞാൻ വേദവസം വായിക്കണം, ദൈവമായുള്ള കൂട്ടായ്മ ബന്ധത്തിലുണ്ടായിരിക്കണം. ഹല്ലേലൂയ ദൈവത്തിന്റെ മനുഷ്യർക്കും കൊള്ളാവുന്നവരായി നാം അനുദിനം വളരുവാൻ ഹല്ലേലൂയ ദൈവവചനം പ്രകാരം നാം ശ്രമിക്കണം. ഹല്ലേലൂയ സ്തോത്രം. നാലാമത്തെ കാര്യത്തിൽ പറയാണ്, അവരുടെ ഭാവി അവരെ സ്തോത്രം ഹല്ലേലൂയ ആസൂത്രണം ചെയ്യുന്നു. പ്ലാനിങ് ഫോർ ദ ഫ്യൂച്ചർ. ഹല്ലേലൂയ അവർ ഇന്നത്തേന് മാത്രം ഇന്ന് ഉറങ്ങി ഹല്ലേലൂയ അല്ലെ ഇന്ന് ഭക്ഷിച്ചു ഹല്ലേലൂയ ആർത്തു ഹല്ലേലൂയ ഇന്നത്തേന് മാത്രമല്ല അവർ ചിന്തിക്കുന്നത്. അവർ ഭാവിയെക്കുറിച്ച് ഹല്ലേലൂയ നല്ല ദീർഘവീക്ഷണമുള്ളവരാണ്. സ്തോത്രം. ഹല്ലേലൂയ അവരെന്താ ചെയ്യുന്നത്? മഴക്കാലം വരുന്നതിന് മുമ്പ് ഉറുമ്പുകൾ വേനൽക്കാലത്ത് തന്നെ ഭക്ഷണം ശേഖരിച്ചു വെക്കുന്നു. ഹല്ലേലൂയ അവർക്ക് സീസൺ അറിയാം. ഹല്ലേലൂയ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ സീസണുണ്ട്. എല്ലാ സീസണും എപ്പോഴും നന്മയായിരിക്കത്തില്ല, എപ്പോഴും നല്ലതായിരിക്കത്തില്ല. ക്ഷാമകാലം കടന്നു വരാം. സ്തോത്രം. ഹല്ലേലൂയ എന്നാൽ ക്ഷാമകാലത്തിന് മുമ്പ് ഒരു നല്ല കാലമുണ്ട്. ആ നല്ല കാലത്ത് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളെ നഷ്ടപ്പെടുത്തി കളയാതെ, നമ്മുടെ ഓപ്പർച്യൂണിറ്റികളെ വ്യർത്ഥമാക്കി കളയാതെ നാം അതിനെ ആസൂത്രണം ചെയ്ത് നാളത്തേക്ക് കരുതി വെക്കുന്നവരായിരിക്കണം. ഇന്ന് എനിക്ക് ചർച്ചിൽ പോകാൻ സാഹചര്യമുണ്ടോ? ആരാധന മിസ് ചെയ്യരുത്. ഹല്ലേലൂയ സ്തോത്രം. നാളെ ലഭിക്കുമെന്ന് അറിയത്തില്ല. ഇന്ന് വേദവസം വായിക്കാൻ സമയമുണ്ടോ? നാം വായിച്ച് പഠിക്കണം, മനഃപ്പാഠമാക്കി അതിനെ ഹല്ലേലൂയ മനസ്സിൽ വയ്ക്കുവാൻ, നാളെ അത് കാലിൽ ലഭിച്ചില്ലെങ്കിൽ അതിനെ യൂസ് ചെയ്യുവാൻ ഹല്ലേലൂയ നാം പ്രാപ്തരായിരിക്കണം. ദൈവമക്കളെ, ആത്മീയവും ഭൗതികവും ശാരീരികമായ എല്ലാ വിഷയത്തിലും നമുക്ക് ഒരു ആസൂത്രണമുണ്ട്. അഞ്ചാമതായി പറയാണ്, അവർക്കൊരു ഡിസിപ്ലിൻ ഉണ്ട്, അവർക്കൊരു അച്ചടക്കമുണ്ട്. വളരെ അച്ചടക്കത്തോടെ ജീവിക്കുന്ന ഒരു ജീവിയാണ് ഉറുമ്പ്. ഹല്ലേലൂയ അവർക്ക് ഓരോ ജോലി ചെയ്യുവാനും ഹല്ലേലൂയ അവർ ഓരോരുത്തരെ നിശ്ചയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ അവർക്ക് ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു ക്രമീകരണമുണ്ട്. സ്തോത്രം. നമുക്ക് പടയാളികളെ അറിയാം. അവർ രാവിലെ എഴുന്നേറ്റ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവർക്ക് ചെയ്യുന്ന എക്സസൈസ് ഉണ്ട്. അവരുടെ ഫുഡിനെ കുറിച്ച് ഹല്ലേലൂയ അവർക്കൊരു ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ റൂളുണ്ട്. ഹല്ലേലൂയ എന്നും വയച്ചു വാരി തിന്നാൻ പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ അതുപോലെ സ്തോത്രം ഹല്ലേലൂയ ഉറുമ്പുകൾക്ക് ഒരു ഡിസിപ്ലിൻ ഉള്ള പോലെ ദൈവമക്കളായ നമുക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ഞാൻ എന്ത് പറയണം, ഞാൻ എന്ത് പറയരുത്, ഹല്ലേലൂയ ഞാൻ എവിടെ പോയി നിൽക്കണം, ഹല്ലേലൂയ ഞാൻ ആരുടെ കൂടി ഇരിക്കണം, ഞാൻ ആരുടെ
കൂട്ടായ്മ കാണിക്കണം. എൻ്റെ ആത്മീയ ജീവിതം എങ്ങനെയായിരിക്കണം? ഹാലലിയ, ഞാൻ കർത്താവിൻ്റെ പൈതലാണ്. ഹാലലിയ, എൻ്റെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ, ഒരു ആത്മീയ ഡിസിപ്ലിൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഹാലലിയ, അതുപോലെ തന്നെ ഉറുമ്പ് ഹലൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ആറാമത്, അവർ പങ്കുവയ്ക്കലുണ്ട്, ഷെയറിങ്. ഹല്ലേലൂയ, തങ്ങൾക്ക് ലഭിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം, അവർ ഭക്ഷണത്തെ കുറിച്ചാണല്ലോ എപ്പോഴും അവർ ചിന്തിക്കുന്നത്, അവർ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു. നമുക്കും ഒരു ഷെയറിങ്, നമ്മുടെ ആത്മീയമായ കാഴ്ചപ്പാടുകൾ ഹല്ലേലൂയ സ്തോത്രം, ആത്മീയമായി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഒരു പങ്കുവയ്ക്കൽ നമുക്ക് ആവശ്യമാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ആത്മീയവും ഭൗതികവും ശാരീരികമായ എല്ലാ ഹല്ലേലൂയ അനുഗ്രഹങ്ങളും ഭൗതിക വിഷയങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേദോസ്തല ഒരു വാക്യം എനിക്ക് വളരെ ഇഷ്ടമാണ്. രണ്ടുണ്ടെങ്കിൽ നീ ഒന്നില്ലാത്തവന് കൊടുക്കണം. ഹല്ലേലൂയ, നമുക്കില്ലാഞ്ഞത് കൊടുക്കാൻ പറ്റത്തില്ല. സ്തോത്രം, ദൈവം തന്നെ പറയുന്നത്, നിനക്ക് രണ്ടുണ്ടെങ്കിൽ നീ രണ്ടിന്റെ ആവശ്യം നിനക്കില്ല, ഒന്നിന്റെ ആവശ്യം നിനക്ക് ഉള്ളായിരിക്കും. എന്നാൽ രണ്ടാമത്തുള്ളത് അതില്ലാത്തൊരുവന് കൊടുക്കുവാനുള്ള ഒരു മനസ്സും ഒരു പങ്കുവയ്ക്കലിനായി ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഏഴാമത് ഹല്ലേലൂയ, അപകടങ്ങളെ അതിജീവിക്കുവാൻ ഹല്ലേലൂയ അഡാപ്റ്റബിലിറ്റി ഉണ്ട്. പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളെ ഹല്ലേലൂയ അതിജീവിക്കുവാൻ ഹല്ലേലൂയ അവർക്ക് അതിന് കഴിവുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നായിരിക്കും ചില സംഭവങ്ങൾ കടന്നു വരുന്നത്, ചില ഈശാനം മൂലം കടന്നു വരുന്നത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭൗതിക തകർച്ചകൾ, ചില സിക്നസ് ഹല്ലേലൂയ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ഹല്ലേലൂയ ബാഡ് ന്യൂസുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ഉടനെ ഹല്ലേലൂയ അത് കണ്ടിട്ട് തളർന്നു പോകാതെ അതിനെ അതിജീവിക്കുവാനുള്ള ഒരു അഡാപ്റ്റബിലിറ്റി ഉറുമ്പുകൾക്കുള്ളതുപോലെ ഒരു ദൈവവൈതലിനും ആവശ്യമാണ്. സ്തോത്രം, ഉടനെ അവിടെ തളർന്നു വീണ് എല്ലാം തീർന്നെന്ന് വിചാരിപ്പാനല്ല, മറിച്ച് അതിനെ ജയിപ്പാനുള്ള കൃപ ദൈവം നമുക്ക് തെരുമാറാകട്ടെ. സ്തോത്രം, കർത്താവ് സൃഷ്ടിച്ച എല്ലാത്തിനും ഹല്ലേലൂയ ദൈവം ബുദ്ധിയും ജ്ഞാനവും കൊടുത്തിട്ടുണ്ട്. അവയ്ക്ക് ജീവിക്കാനുള്ള അതിജീവനത്തിനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ നാം പഠിക്കേണ്ട ഹല്ലേലൂയ സ്തോത്രം, ദൈവം ഒരിക്കലും നമ്മളെ മടിച്ച് എന്ന് വിളിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ മടികളൊക്കെ മാറി, നമ്മുടെ ലേസിനെസ് ഒക്കെ മാറി. സ്തോത്രം, ഒരു ഉറുമ്പ്, ഒരു ചെറിയ ജീവിയായ, ഒരു കഴിവുമില്ലാത്ത ഹല്ലേലൂയ, കണ്ടാൽ ഒരു കാറ്റടിച്ച പറന്നു പോകുന്ന അത്രമാത്രം ബലമുള്ള ഹല്ലേലൂയ ഉറുമ്പിന് ഇത്രമാത്രം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ കർത്താവിന്റെ സാദൃശ്യത്തിന്റെ സ്വരൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചെങ്കിൽ നമ്മളെ കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് അനേക കാര്യങ്ങൾ ദൈവത്തിനും മനുഷ്യർക്കും ഹല്ലേലൂയ ലോകത്തിനും വേണ്ടി ചെയ്യുവാൻ നമുക്ക് കഴിയും. അതിനായി ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.